കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം നോർത്ത് മേഖലാ സമ്മേളനം നടത്തി. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 28 മുതൽ 30 വരെ മലപ്പുറത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ജില്ലാ സമ്മേളനം ഫെബ്രുവരി 4, 5 തീയതികളിൽ കൊല്ലത്ത് നടക്കും. മാർച്ച് 28, 29, 30 തീയതികളിൽ മലപ്പുറത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ജില്ലാ സമ്മേളനം ഫെബ്രുവരി 4, 5 തീയതികളിൽ കൊല്ലത്ത് നടക്കും. ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായാണ് നോർത്ത് മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത്. പ്രാക്കുളം ബിനോജ് നഗറിൽ സംഘടിപ്പിച്ച സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്തു. ടെക്നോളജിയിൽ വന്ന മാറ്റമാണ് കേബിൾ മേഖലയിൽ വലിയ കുത്തക കമ്പനികൾ പുതിയ സാങ്കേതിക വിദ്യ കൊണ്ടുവരുന്നതനുസരിച്ച് ജനങ്ങളുടെ അഭിരുചികൾ മാറി തുടങ്ങിയത് കാണാൻ കഴിയുന്നത്. 2018 നമ്മുടെ ഡിജിറ്റൽ കണക്ടിവിറ്റി 135 മില്യൺ ആയിരുന്നു. എന്നാൽ 2025 ആയപ്പോൾ അത് വെറും 61 മില്യണിലേക്ക് ഡിജിറ്റൽ കണക്ടിവിറ്റി എത്തി നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് COA സംബന്ധിച്ചിടത്തോളം സുഖകരമായ കാര്യമല്ല, അത് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണമെന്നും ജ്യോതികുമാർ പറഞ്ഞു. ഇൻഡസ്ട്രിയിലും ടെക്നോളജിയിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള പരിഹാര പ്രവർത്തനങ്ങൾ നാം കണ്ടെത്തണമെന്നും ഇതുവരെ 34% കേബിൾ രംഗത്ത് ജോലി ചെയ്യുന്നവരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാരണം ടെക്നോളജിയുടെ മാറ്റമൊക്കെ വലിയ രീതിയിൽ ഈ രംഗത്തേക്ക് വലിയ കോർപ്പറേറ്റ് കമ്പനികളെയും അതുപോലെ തന്നെ പുതിയ പുതിയ സാങ്കേതിക വിദ്യകളും വരുന്നതിനനുസരിച്ച് ജനങ്ങളുടെ അഭിരുചികളെല്ലാം മാറി വ്യത്യസ്തമായ സംവിധാനങ്ങളിലേക്ക് മാറി പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ നൂറ്റാണ്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യയുടെ മഹാരാജ്യത്ത് ഏകദേശം 845ഓളം MSOകൾ ഉണ്ട് എങ്കിലും ആ 845ഓളം MSOകളിൽ 97% കമ്പനികളും ഇന്ന് അതിൻ്റെ ഗ്രോത്ത് ഇല്ലാതെ അത് താഴോട്ട് ഈ രംഗത്തേക്ക് പോരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കൊല്ലം നോർത്ത് മേഖലാ പ്രസിഡന്റ് S. രാജീവ് പതാക ഉയർത്തിയതോടെയാണ് മേഖലാ സമ്മേളനത്തിന് തുടക്കമായത്. മലപ്പുറത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് അതുപോലെ കുണ്ടയിൽ വെച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നമ്മുടെ കൊല്ലം നോർത്ത് മേഖലയുടെ മേഖലാ സമ്മേളനമാണ് ഇന്ന്. ഈ മേഖലാ സമ്മേളനത്തിൽ ആദ്യ അവസാനം വരെ എല്ലാ അംഗങ്ങളും കൃത്യതയോടെ നമ്മുടെ ഈ സമ്മേളനം. കൊല്ലം നോർത്ത് മേഖലാ പ്രസിഡന്റ് S. രാജീവ് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ 1000 കോടി രൂപയുടെ ബിസിനസ്സിന് പങ്കാളിയാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസ് സുഗമമായി നടത്തുവാൻ വേണ്ടി സംഘടന എടുക്കുന്ന തീരുമാനങ്ങൾ എത്രത്തോളം നമ്മളെ സംബന്ധിച്ച് വലുതാണെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. സുഗമമായ ബ്രോഡ്ബാൻഡ് രംഗത്ത് സുഗമമായ നടത്തിപ്പിന് വേണ്ടി 5000 കണക്ടിവിറ്റിക്ക് ഒരു സർവീസ് സെന്റർ ആരംഭിച്ചിട്ട് നാളുകളേറെയായി. തീർച്ചയായിട്ടും അതിൻ്റെ നല്ല രീതിയിലുള്ള നല്ല രീതിയിൽ നടത്തുവാൻ ആ സർവീസ് സെന്റർ നമുക്ക് സഹായകമായിട്ട് പോവുകയാണ്. ജോയിന്റ് സെക്രട്ടറി രാജീവൻ പിള്ള സ്വാഗതം പറഞ്ഞു. മേഖലാ വൈസ് പ്രസിഡന്റ് N. നൌഫൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി രാജീവ് കുഴിയം മേഖലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഖജാൻജി ഗോപാലൻ സാമ്പത്തിക റിപ്പോർട്ടും മേഖലാ ഓഡിറ്റർ അച്ചു S. നായർ ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. COA കൊല്ലം ജില്ലാ സെക്രട്ടറി E. നൌഷാദ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് പൊതുചർച്ച നടന്നു. കൊല്ലം ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗവും മേഖലാ നിരീക്ഷകനുമായ മുരളീകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് കലയം, അനിൽ മണിമന്ദിരം, ജില്ലാ ഖജാൻജി മുരളീധരൻ പിള്ള, കൊല്ലം ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും മേഖലാ നിരീക്ഷകനുമായ വിനോദ് കുമാർ, സൗത്ത് വോയിസ് ചെയർമാൻ ബിനു P, ആരാധന MD ഷൺമുഖദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.